ചെയ്യാമോ? Look up. Inhale. And exhale, leg back to the original position. One more ചെയ്യാമോ? One, right leg forward. Inhale and stretch, look up. വയറും നെഞ്ചും കാലും ആയിട്ടുള്ള ബന്ധം, പിന്നെ ബാക്കിലുള്ള സ്ട്രെച്ച്. അതൊക്കെ കാല് തിരിച്ച് പൂർവാവസ്ഥയിലേക്ക് വന്ന ശേഷം ഇൻഹേൽ ആൻഡ് ടേക്ക് ദ അതർ ലെഗ് ഫോർവേഡ്. വളരെ സാവധാനം. നമുക്ക് ഇനി ഇഷ്ടമുള്ള ഒരു പൊസിഷനിൽ നമുക്ക് പ്രാണായാമം ചെയ്യാം. ഇതാണ് നമ്മുടെ നാലാമത്തെ ഭൂതത്തിലെത്തി. നമ്മുടെ നാലാമത്തെ ഭൂതം എന്താണ്? എയർ. അപ്പോൾ നമ്മുടെ വായു അത് നമുക്ക് നാസികാഗ്രഹത്തില് നമ്മൾ രണ്ട് വിരൽ, ആദ്യത്തെ രണ്ട് വിരൽ മടക്കി, ഇത് മൂക്കിനുള്ള സ്പേസാണ്. വലത് കള്ളവിരല് വലത് മൂക്കടയ്ക്കാനും മറ്റ് രണ്ട് വിരല് ലെഫ്റ്റ് നോസ്ട്രിൽസ് ചെയ്യാനും. ഇനി നമുക്ക് ഇടത് മൂക്കടച്ചുകൊണ്ട് വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും. വളരെ സാവധാനം എൻജോയ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. നമ്മളുടെ ഷോൾഡർ പൊന്നും താഴെ ചെയ്യാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് നെഞ്ചിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. 3 തവണ ചെയ്ത് കഴിഞ്ഞിട്ട് വലത് മൂക്കടച്ച് ഇടത് മൂക്കിലൂടെ 3 തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും. ഏറ്റവും മനോഹരമായ ഒരു പ്രാണായാമമാണ് ഭ്രാമരി പ്രാണായാമം. ഭ്രമരി, തേനീച്ച. ആൺ തേനീച്ച ആൺ ശബ്ദം ഉണ്ടാക്കുന്നു, പെൺ തേനീച്ച സ്ത്രീകൾ ചെയ്യുമ്പോൾ പെൺ തേനീച്ചയുടെ ശബ്ദമായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം വെച്ചാൽ നമ്മുടെ ചെവി അടച്ചു പിടിച്ച് ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുമ്പോഴും അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ ശ്വാസം വിടുന്നതും ഹമ്മിങ് സൗണ്ട് ഒരേ സമയമായിരിക്കും. ഇത് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഓവർഫ്ലോ പോലെ. അപ്പൊ നമ്മുടെ ഈ ഭ്രാമരി പ്രാണായാമം ചെയ്യുമ്പോൾ അത് വിടരും എന്നുള്ളതാണ് റിസർച്ച് പേപ്പേഴ്സ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? പറഞ്ഞിട്ട് മുളിയാൽ മതി. ഇപ്പൊ നമുക്ക് ഏത് സമയവും നമുക്ക് ഒരു റിലാക്സേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭ്രാമരി പ്രാണായാമം മൂടുക. അപ്പൊ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതായിരിക്കും. മോർ ഓഫ് ഓക്സിജൻ makes you happy. അല്ലേ? അവർക്ക് പറഞ്ഞു കൊടുക്കണം അത്യാവശ്യം. അവരാണ് റിലാക്സ് ആവുന്നത്. അതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും ചെവി അടച്ചു പിടിക്കുക. ശേഷം 3 തവണ നമുക്ക് ഹാമീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ? ശ്വാസം വലിച്ചെടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു ആചാരമാണ് ശവാസനം. അപ്പൊ നമുക്കത് ബ്യൂട്ടിഫുള്ളി നിങ്ങൾ വേറൊരു ലോകത്തേക്ക് സ്പേസ് നമ്മൾ ഇനി ആ യൂണിവേഴ്സൽ പ്രപഞ്ചത്തിനെ നമുക്കൊന്ന് എൻജോയ് ചെയ്ത് ശവാസനത്തിൽ കിടന്ന് കൈ മലർത്തിക്കാം. ഐ ആം യുവേഴ്സ് എന്നുള്ള രീതിയിൽ കൈ മലർത്തി നമ്മൾ ജസ്റ്റ് സറണ്ടർ ചെയ്യുക. നമ്മുടെ ഭൂമിക്ക് നമ്മൾ സറണ്ടർ ചെയ്യുക. ഭൂമി ദേവിയെ
ലൈറ്റ്സ്